വന്നു വന്നു, കൊണ്ടുപോകാനുള്ള ആള് വന്നു. ഞാൻ പറഞ്ഞിട്ട് തന്നെ സാഗർ വന്നത്. ഇന്ന് എനിക്ക് കുറച്ച് തളർച്ചയുണ്ട്. ഞാനില്ലാത്തപ്പോ ഇനി കമ്പനിയുടെ മേൽനോട്ടം മഹിക്കായിരിക്കും. എടാ, അവനെ കണ്ടിട്ടേ ആളത്ര ശരിയല്ല കണ്ണാ. ശരിയല്ലാത്ത കണ്ണു വെച്ച് നോക്കിയാ എല്ലാരെ കുറിച്ചും അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവും. ഞാനും എന്റെ കാരണവന്മാരും പാരമ്പര്യമായി വികസിപ്പിച്ചെടുത്ത ചില ചികിത്സാ രീതികളുണ്ട്, ചില കൂട്ടുകളുണ്ട്. അത് പലപ്പോഴും അത്ഭുതങ്ങൾ കാട്ടിയിട്ടുമുണ്ട്. തലച്ചോറിലെ ഞരമ്പുകൾക്ക് ക്ഷതം തട്ടിയിട്ട് തലച്ചോറുമായി ബന്ധമില്ലാത്ത ചില ഭാഗങ്ങളെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ചേച്ചി. ഇവിടെ കുറച്ചു ദൂരത്തില് വലിയൊരു ആയുർവേദ വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ പേര് അഗസ്ത്യകൂടം എന്നാ. ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് ചേച്ചി. വലിയ സിദ്ധനാ. അതെ, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് കണ്ണേട്ടന്റെ കാര്യം ഒന്ന് സംസാരിക്കണം. ആ, അതെന്തുകൊണ്ട് നന്നായി. ആയുർവേദത്തിന് ചിലപ്പോ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും ചേച്ചി. അങ്ങനെ എന്റെയും വിശ്വാസം. നട്ടെല്ല് തകർന്ന് തളർന്നു പോയവൻ ഇനി ഏത് ആയുർവേദ ഡോക്ടർ വിചാരിച്ചാലും എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് നടന്ന അവിടെ എന്റെ പ്രതീക്ഷകൾ അസ്തമിക്കും. കണ്ണൻ സാറിനോട് ഇത് പറഞ്ഞായിരുന്നോ? ഇല്ല, ആദ്യം ഞാനാ ഡോക്ടറെ ഒന്ന് കാണട്ടെ. എന്നിട്ട് കണ്ണേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി അദ്ദേഹത്തെ വിശദമായിട്ടൊന്ന് പറഞ്ഞു കേൾപ്പിക്കണം. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ അത് എന്റെ കണ്ണേട്ടനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല സൽക്കർമ്മമായിരിക്കും. ഇവരുടെ മനസ്സിൽ ഇവള് പറയുന്നതിന്റെ അത്രയും ആ ബുദ്ധിയില്ലാത്തവനോട് സ്നേഹമുണ്ടോ? ചില പെൺകുട്ടികളുടെ മനസ്സ് പഠിക്കാൻ വലിയ പാടാ. ഇന്നവിടെ ഡോക്ടറുണ്ടെന്ന് പറഞ്ഞിട്ടാണോ ചേച്ചി അങ്ങോട്ട് പോകുന്നത്? അതൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ഡോക്ടർ ഇല്ലെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോരാല്ലോ. അധികം തിരക്കുള്ള സമയമല്ല. ഒരു സമയത്ത് കുറച്ച് പേഷ്യൻസിനെ അദ്ദേഹം നോക്കാറുള്ളൂന്നാ കുറച്ചു മുന്നേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത്. അത് ശരി. അപ്പോ ഇന്റർവ്യൂ കണ്ടിട്ടാണോ ഇറങ്ങി പുറപ്പെട്ടത്? അതെ, ശരീരം തളർന്നവരെ അദ്ദേഹം എഴുന്നേപ്പിച്ച് നടത്തിയിട്ടുണ്ട്. ഒട്ടും മാറില്ല എന്ന് കരുതിയ രോഗങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് മാറിയിട്ടുമുണ്ട്. ഇനി അയാൾ എന്റെ മനസ്സിനെ തളർത്തി കളയൂ. കണ്ണൻ എഴുന്നേറ്റ് നടന്ന അവിടെ ഞാൻ തളർന്നു പോകുന്നുള്ള കാര്യം ഉറപ്പാ. അത്രയ്ക്ക് ഇവളെന്നെ ചുറ്റി വരിഞ്ഞു കളഞ്ഞു. അയ്യോ, ഒരു കുഴിയായിരുന്നു, കണ്ടില്ല. അല്ലെങ്കിൽ സാഗർ നന്നായിട്ടാണല്ലോ ഡ്രൈവ് ചെയ്യുന്നേ. ഇന്ന് എന്തു പറ്റി? അത് പിന്നെ ചേച്ചി ആ ഡോക്ടറെ പറ്റി പറഞ്ഞപ്പോ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ചികിത്സയെ പറ്റി ഞാൻ ഓർത്തുപോയി. അതുപോലെ തന്നെ കണ്ണൻ സാർ ചേച്ചിയുടെ കൈപിടിച്ച് നടക്കുന്നതൊക്കെ എന്റെ മനസ്സിൽ മിന്നി മാഞ്ഞു. അത്തരം കാഴ്ചകൾ ഒരുപാട് ഞാനും കാണുന്നുണ്ട് സാഗറെ. എന്റെ സ്വപ്നങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നേ. ഒരിക്കലും നടക്കാതിരിക്കട്ടെ എന്റെ ലച്ചുവിന്റെ സ്വപ്നവും കണ്ണനും. സാഗർ, 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റിലേക്കൊരു റോഡുണ്ട്, അതുവഴി പോണേ. ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ? അപകടത്തിൽപ്പെട്ട് നട്ടല് തകർന്നയാൾക്ക് ഇനി എങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന്. അവനെ കളഞ്ഞിട്ട്
എന്നെപ്പോലെ സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരനൊപ്പം അവൾക്ക് ജീവിച്ചൂടെ? എന്താ? ആ, എനിക്ക് തോമസ് വൈദ്യനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പറയാം. ശരി. ആ. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട്. അവരോട് എന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കാൻ പറയൂ. ഈ നേരത്ത് വന്നവരെ നിരാശരാക്കി മടക്കി അയക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. ശരി സാർ. ഇരിക്കൂ. സാധാരണ സാറ് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ സംസാരിക്കാൻ തയ്യാറാവില്ല. പിന്നെന്തോ ഇന്ന് അദ്ദേഹം നല്ല മൂഡിലാണെന്നാ തോന്നുന്നത്. കുട്ടിക്ക് ഭാഗ്യമുണ്ട്. നമസ്കാരം സാർ. ജയപാലം പുറത്തു നിൽക്കൂ. ശരി. കുട്ടി ഇരിക്കൂ. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടാ വന്നത്. ഹസ്ബൻഡ് എന്ത് പറ്റി? അത് പിന്നെ അതായത് അയാളുടെ 12ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റിൽ അച്ഛനെ അയാൾക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ കാലുകളുടെ സ്വാധീനവും, അല്ലേ? അതെ. അതിനുശേഷം ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും എന്നുവേണ്ട എല്ലാം നോക്കിക്കാണും, അല്ലേ? നോക്കിയെന്നാ പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 മാസം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തുകൊണ്ടാണ് കുട്ടി അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? അത് പിന്നെ എന്നെ അദ്ദേഹം പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ ഒരു സഹതാപം തോന്നി. പിന്നെ ദൈവത്തിന് മുന്നിൽ പോയി നറുക്കിട്ട് നോക്കിയപ്പോ ആ ആളെ തന്നെ വിവാഹം കഴിക്കണമെന്നാ നറുക്ക് വീണത്. അതായത് ദൈവം പറഞ്ഞിട്ടാണ് കുട്ടി അയാളുടെ ഭാര്യ ആയതെന്ന് അർത്ഥം, അല്ലേ? അതെ. എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കുട്ടിയോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞത്. വർഷങ്ങളായുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരാളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അയാളെ കാണണോ വേണ്ടോ എന്ന് എനിക്ക് തോന്നും. പിന്നെ
വന്നപ്പോ ഹസ്ബൻഡിനെ കൂടെ കൂട്ടാത്ത എന്താ? ആ അത് അദ്ദേഹം അറിയാതെ ഞാൻ വന്നത്. പേഷ്യൻസിനെ കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. 10-18 വർഷമായി കുട്ടി പറഞ്ഞ സംഭവം നടന്നിട്ട്. അയാളുടെ കാര്യത്തിൽ ട്രീറ്റ്മെന്റും മെഡിസിനും പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആളെ നേരിൽ കണ്ടെങ്കിൽ മാത്രമേ എന്റെ ശ്രമങ്ങൾക്ക് ഫലം കാണുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ദൈവം കൂട്ടി യോജിപ്പിച്ചവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. ദൈവത്തെ പോലെ ഒരാളാ എന്റെ കണ്ണേട്ടൻ. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാ ഇങ്ങനൊരു വിധി വന്നേന്നറിയില്ല. ആ വിധിയെ മറികടക്കാൻ അതേ ദൈവം തന്നെ കുട്ടിയെപ്പോലൊരു ഭാര്യയെ അയാൾക്ക് കൊടുത്തില്ലേ? കർത്താവ് ഭൂമിയിൽ ഒരേ സമയം സ്വർഗവും നരകവും പണിയാറുണ്ട്. എല്ലാ സുഖത്തിനും ഒരു മറുവശം കൂടിയുണ്ടെന്നർത്ഥം. ഏതായാലും മോളുടെ ഹസ്ബൻഡിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് വരാൻ നോക്കൂ. അത് കഴിഞ്ഞിട്ട് എന്തു വേണമെന്ന് ഞാൻ പറയാം. ശരി സാർ. പിന്നെ ഫീസൊക്കെ? ഫീസൊക്കെ നമുക്ക് നിശ്ചയിക്കാം. ആദ്യം ആളെ കൊണ്ടുവാ. ശരി സാർ. ഡോക്ടറെ കണ്ടിട്ട് വരുന്നതോടെ അവൾ കൂടുതൽ നിരാശയാവും. ഭർത്താവിനെ ഒരു തരത്തിലും നേരെയാക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അവൾ പൂർണ്ണമായിട്ടും എന്നിലേക്ക് ചായും. സത്യം. എന്താ ചേച്ചി? ഒന്നും ആയില്ല. സാധാരണ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്നാ ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ല. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തെ കാണാൻ പറ്റി. കണ്ണേട്ടനെയും കൂട്ടി വരാനാ പറഞ്ഞിരിക്കുന്നത്. എന്നാ പോവാ. പോവാ. ശരി ചേച്ചി. ആരാ നീ? ആരാന്ന്? നിക്കവിടെ. ആരാ നീ? ആരാ നീ? കള്ളൻ! കള്ളൻ! വേണ്ട മഹി. സാഗർ, നിർത്തിക്ക് സാഗർ. എന്തോ ചേച്ചി? ഒന്ന് നിർത്ത് സാഗറെ. ഇവൾക്കിതെന്താ പറ്റിയത്? ആ പോയതാരാ? ഇവളുടെ മുൻകാല കാമുകനായിരിക്കും. ഇവൾ ആ ടൈപ്പൊന്നുമല്ല.
ഇവിടെ ഒഴിച്ചിലിനും പിഴിച്ചിലിനും ഒക്കെ ഫീമെയിൽ നഴ്സുമാരൊന്നും ഇല്ല ചേട്ടാ. ഫീമെയിൽസിനെ നോക്കുന്നത് ഫീമെയിൽസ് നേഴ്സുമാരാ, മെയിലിനെ ഞങ്ങളും. ആ, ഇങ്ങനെയായ പെട്ടെന്ന് അസുഖം മാറുമെന്നൊന്നും തോന്നുന്നില്ല. ഈ എണ്ണയൊന്ന് നല്ലോണം ശരീരത്തിൽ പിടിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ വരാം. ആ, കുട്ടി പോയില്ലേ? എന്റെ ഒരു പരിചയക്കാരൻ അങ്ങോട്ട് വന്നത്, ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. സാധനം കിട്ടിയോടാ? ആ കിട്ടി, ഇതിനകത്തുണ്ട്. ആ, ആ, അല്ല, മറ്റേ ആയുർവേദം കഴിക്കുമ്പോഴേ മദ്യം സേവിക്കാൻ പറ്റുമോ സാറേ? ആ, കുഴപ്പമില്ലടാ, നീ എടുക്ക്. എത്രയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. ആ കഥ നോക്കി. എടാ പോയി ഡോർ അടയ്ക്കട. ഓ, അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയായി. താനാണ് ഇയാളെ എന്ന് ബെഡ്റൂമിലേക്ക് അയച്ചതല്ലേ? അതേപറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്നൊന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നിനക്ക് മനസ്സിലായില്ലടാ? എന്താ എനിക്ക് പറ്റിയത്? ആരെങ്കിലും കൈയും കാലും തല്ലിയോടിച്ച് ഇതിനകത്ത് ഇട്ടതാണോ? നെറ്റിയിൽ മുറിവൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതാ. എങ്ങനെ ഉണ്ടാവാതിരിക്കും? അതുപോലല്ലേ കയ്യിലിരിപ്പ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടുവടോ? തന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. അല്ല, കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഓ, ഒന്നും അറിയാത്ത പോലെ. കല്യാണം കഴിഞ്ഞെന്ന് മനസ്സിലായിട്ടല്ലേ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇവൻ എന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. അതേപറ്റി എനിക്കൊന്നും അറിയില്ല. എന്നാ എനിക്കെല്ലാം അറിയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഇവനെ എന്റെ ബെഡ്റൂമിലേക്ക് കയറ്റിയിട്ട് ആ വീട്ടിലുള്ളവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. പക്ഷെ എന്നെ കല്യാണം കഴിച്ച ആള് നിന്നെയൊക്കെ പോലെ അല്ലാത്തതുകൊണ്ടും വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നെ പോലൊരു പെണ്ണ് തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടും നിന്റെയൊക്കെ പദ്ധതി പൊളിഞ്ഞുപോയി. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തതുപോലെ നടക്കുക. എനിക്കിപ്പോ ചോദിക്കാനും പറയാനും ആളുണ്ട്. അതുകൊണ്ട് തന്റെ വേലത്തിലൊക്കെ കൈ വെച്ചാ മതി. അന്ന് കരണത്ത് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ? പല പെണ്ണുങ്ങളുടെയും കയ്യിൽ നിന്ന് തല്ലെറിന്ന് വാങ്ങാതെ മര്യാദക്ക് ജീവിക്കണം. എടാ, നിന്നെ കണ്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. എടാ, നീ എന്തിനാണ് അവളുടെ മുമ്പിൽ പോയി ചാടി കൊടുത്തത്?
ഞാൻ അവളെ കണ്ടില്ല സാറേ. അല്ല, അവൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് ആരെയുണ്ട്? എടാ അവളെ പേടിച്ചിട്ടാ ഇവിടെ വന്ന് കിടക്കുന്നത്. അവളിപ്പോ ഇവിടെ വന്നു.